മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിൻ്റെ ഫോണിൽ വരുന്ന ആ ഫോട്ടോ കണ്ട് മഞ്ജു ഒരല്പനേരം അമ്പരന്ന് നിൽക്കുകയും എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞത് തന്നെയാണോ സത്യമെന്നും ആലോചിച്ച് നിൽക്കുകയും അതേസമയം തന്നെ ആ ഫോട്ടോയുമായിട്ട് മേഘൻ്റെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് മഞ്ജു. മേഘനാഥന് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുന്ന മേഘൻ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇവൾ ആരാണ്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെന്തായാലും അടുത്ത കാലത്തുണ്ടായ ഒരു ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ, എന്തായാലും നിങ്ങൾ എന്നോട് ഇത്രയും വലിയ ചതിയെല്ലാം ചെയ്തല്ല, എനിക്ക് എന്തായാലും ഇവളാരാണെന്നെല്ലാം അറിയണമെന്ന് പറഞ്ഞ് മഞ്ജു വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ മേഘം പറയുന്നുണ്ട്, ഇത് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കിയ ഫോട്ടോസാണ്, ഞാൻ ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം മഞ്ജുവിനോട് പറയുമ്പോഴും മഞ്ജു ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞതെല്ലാം സത്യമായിട്ട് ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണേട്ടനെ വിശ്വസിക്കാതിരുന്നതാണ് ഞാൻ ചെയ്ത തെറ്റെന്നെല്ലാം പറഞ്ഞ് മഞ്ജു പശ്ചാത്തപിക്കുന്നുണ്ട്. മേഘം പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്, നീ ഇതൊന്നും വിശ്വസിക്കരുതെന്ന് പറയുന്നു. എന്നാലും മഞ്ജു പറഞ്ഞു, ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, ഞാനിപ്പോൾ തന്നെ കമലേശ്വരത്തേക്ക് പോകുമെന്നെല്ലാം പറഞ്ഞ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം സീമന്തിനിയും അതുപോലെ സ്വാതിയും പറയുന്നുണ്ട്, മഞ്ജു ചേച്ചി ഇതൊന്നും വിശ്വസിക്കരുത്, ഇതെല്ലാം നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരോ കളിക്കുന്ന കളികളാണെന്നെല്ലാം പറഞ്ഞിട്ട് പോലും മഞ്ജു അതിനൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. അതേസമയം തന്നെ മേഘനാഥൻ മാറി നിന്നിട്ട് സാഗറിനെ ഫോണിലൂടെ വിളിക്കുന്നുണ്ട്. സാഗറിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കാണ് എൻ്റെ ചില ബന്ധങ്ങളൊക്കെ അറിയാവുന്നത്, നീയാണല്ലോ ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് ഇപ്പം ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചതെന്നെല്ലാം ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നമ്മുടെ മഞ്ജു കേൾക്കുന്നുണ്ടായിരുന്നു. മഞ്ജുവിന് ഒരു സംശയം മാത്രമായിരുന്നു ഇതെല്ലാം. പക്ഷേ മേഘനാഥൻ്റെ നാവിൽ നിന്നെല്ലാം ഈ സത്യങ്ങളെല്ലാം സാഗറിനോട് പറയുന്നതും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതോടെ പൂർത്തിയാവുകയാണ് മഞ്ജുവിന്. എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞത് തന്നെയാണ് എല്ലാം ശരിയെന്നും കണ്ണേട്ടൻ്റെ വാക്ക് അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് നിഗതി വരില്ലായിരുന്നെന്നും മഞ്ജു ആ നിമിഷം ഓർക്കുന്നുണ്ട്. അങ്ങനെ കമലേശ്വരത്തേക്ക് തിരിച്ചു പോവുകയാണ് മഞ്ജു. അങ്ങനെ മഞ്ജു ബാഗെല്ലാമായിട്ട് തിരിച്ച് കമലേശ്വരത്ത് വന്ന് കയറുന്നത് കാണുന്ന ദുർഗയാണെങ്കിൽ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ മനസ്സിലാക്കുകയാണ് കണ്ണനും മഹിയും. അവിടുത്തെ പൊറുതിയെല്ലാം മതിയാക്കി അവൾ ഇവിടേക്ക് വന്നതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. മേഘനാഥൻ്റെ ഏതോ ഒരു കള്ളത്തരങ്ങളെല്ലാം മഞ്ജുവിന് മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് കണ്ണനും മഹിയും. മഞ്ജു ആണെങ്കിൽ വളരെ സങ്കടത്തോടുകൂടി അവിടേക്ക് വന്ന് കയറുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലാണ് നമുക്കതെല്ലാം കാണാൻ കഴിയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.